അവരൊക്കെ ഇതിൻ്റെ അധികാരികളാണ്. ആണോ? ഒരു അയൊന്നില്ല ഇപ്പം കഴിയും. ഇപ്പം കഞ്ഞി കുടിച്ചല്ലേ? അത് കഴിക്കാണ്ടായിട്ടുള്ളൂ. കുട്ടിയൊക്കെ വിളിക്കും പറയുകയും ചെയ്യുന്നല്ലാതെ. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കഞ്ഞി കുടിച്ചില്ലേ? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. തമ്പുരാൻ്റെ ഒന്നേനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. മണം വരുന്നുണ്ടല്ലോ. എന്തോ നല്ല മണം വരുന്നുണ്ട് ഉണ്ടാക്കുന്ന. താല പോഷിക്കാൻ ചോദിക്കും ഈശോടെ ഞങ്ങളുടെ മേക്കുറവായിരുന്നു എന്നതാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ബാക്കിപ്പെട്ട നടത്തിയിട്ടാൻ പറയുന്നത്. കഞ്ഞി കുടിക്കത്തില്ലേ? കർത്താവെ അനുഗ്രഹിക്കണം. വിശായെ അനുഗ്രഹിക്കണം. കർത്താവെ അനുഗ്രഹിക്കണം. വിശായെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണം. കഞ്ഞി കുടിക്കുക, കഞ്ഞി കുടിക്കേ, കഞ്ഞി കുടിക്കേ. കഞ്ഞി വേണ്ട, അയ്യോ കഞ്ഞി കുടിക്കണം. അത് വേറെ ആളാണ്. ഇല്ല എലിക്കുട്ടി കൊണ്ട് വെച്ചേക്കണ. എലിക്കുട്ടിക്ക് വിവാഹം കൊണ്ട് വെച്ചിരിക്കുന്ന. കഴിക്ക് പോയി. തലമുടിയൊക്കെ ജീവ വെക്കാൻ പറഞ്ഞടാ. ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നാണേ. സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നു. അന്നേരത്തിന് അമ്മ ഇവിടെ പ്രാർത്ഥനയായിട്ടിരിക്കുകയാണ്. പിന്നെ ജോമളെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണമായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറെ ഇന്നുണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. പോയിട്ട് വന്നപ്പോൾ അമ്മ ഇവിടുന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. വിവാൻ ഇവിടെ അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വിവാൻ അടുത്തൊക്കെ പാചകം ചെയ്യുന്നുണ്ട്. എന്നാ ഉണ്ടാക്കിയ മുട്ടയാ? പോവാണോ? ബിരിയാണി ഉണ്ടാക്കിയത്. വാ കഞ്ഞി കുടിക്കേ. കഞ്ഞി കുടിക്കാനേ. അയ്യോ വേണം, വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയല്ല. കഴിക്കണം. വേണം 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 വേണം. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ആൾ ക്ഷീണിച്ചു. വാ അതവിടെ പോയി. പപ്പട പൂളിയൊക്കെ അവിടെ പോയി. എലിക്കുട്ടി അമ്മയ്ക്ക് പപ്പട പൂളി. എന്നിട്ട് വന്നിരിക്കും. വാ കൈ കഴിയിട്ട് വാ. ഏറ്റു വാ, ഏറ്റു വാ, ഏറ്റു വാ. വാ വാ. അവിടെ വെച്ച ഈച്ച ആര് ആര് വരാനായിട്ട്? ഇവിടെ വേറെ ആരും വരാനൊന്നുമില്ല. ഇല്ല ഇല്ല. ഇവാൻ ജ്യൂസൊക്കെ തന്നായിരുന്നോ? ജ്യൂസൊക്കെ കുടിച്ചോ? ആര് ഇങ്ങോട്ടാരും വരാനില്ല. ഇവാൻ ജ്യൂസൊക്കെ തന്നായിരുന്നോ? ജ്യൂസൊക്കെ തന്നായിരുന്നോ? ജ്യൂസ് അവർ പറയൂ. രാവിലെ കാപ്പി കുടിക്കാൻ ഇച്ചിരി മടിയായിരുന്നു. എന്നാലും കുമ്പളപ്പൊക്കെയാണ് രാവിലെ കഴിച്ചത്. വണ്ടി നമ്മുടെ വണ്ടി, നമ്മളിപ്പോൾ വന്നതല്ലേ. ഞങ്ങൾ 10 മണിയായപ്പോഴത്തേനും പോയി കാപ്പിയൊക്കെ കൊടുത്തിട്ട് വിവാനോട് ജ്യൂസ് കൊടുത്തേക്കണം, കഞ്ഞി കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കുന്നില്ല. ഇല്ലെന്നേ ഇല്ലെന്നേ. കഞ്ഞി കുടിച്ചോ, സമയം 1 മണിയായി. കഞ്ഞി കുടിച്ചോ, സമയം 1 മണിയായി. സമയം 1 മണിയായിരുന്നു. ബാ കൊന്തൊക്കെ കഴുത്തല്ലേ കൊണ്ട. എന്നിട്ട് വാ കൈ കഴുകിയിട്ട് വേഗം കുടിച്ചോ. വിവാനും വരും. രോമം വീഡിയോ എടുക്കലും നിർത്തല്ല. വിവാൻ വന്ന് കഞ്ഞി കുടിക്കുകയല്ല. വിവാൻ ഇഷ്ടമില്ല. വിവാന് കഞ്ഞി കുടിക്കുന്ന വീഡിയോ ഇഷ്ടമില്ലല്ലേ? കഞ്ഞി എല്ലാം ജ്യൂസ് കുടിച്ചതിന്റെ ബാക്കി ഇരിക്കണം. അതോട് ഞങ്ങളുടെ പുറത്താകുമ്പോ കഴിക്കാല്ലോ. ഇപ്പൊ ജ്യൂസ് കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിശപ്പ് പോകും. അതുകൊണ്ട് ഞാൻ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മ കഞ്ഞി കുടിക്കുന്നത്. ജ്യൂസ് എപ്പോഴാണ് കൊടുത്തേ? അല്ല അമ്മ വിളിച്ചിട്ട് കൊടുത്തിട്ട് എത്രയാ 11:12 എന്നെ വിളിച്ചെന്നു. മോരൊഴിച്ചില്ലല്ലോ. മോരൊഴിച്ചോട്. അമ്മ ഇപ്പം മറ്റേ ചെരുപ്പ് മാറിയ പിന്നെ ഇടുന്നില്ലല്ലോ. ചെരുപ്പ് ഇടുന്നില്ല. ചെരുപ്പ് ഇപ്പം മറന്നു പോകുന്നുണ്ട്. ഞാൻ ആ ചെരുപ്പ് ആയതുകൊണ്ടാണോന്ന് പറയത്തില്ല. ബാ ഇങ്ങോട്ട് ബാ. ബാ ഇങ്ങനെ ബാ. ചൂടറിയത്തുള്ളൂ. നകത്തിരുന്ന തണുപ്പാണ് തന്നെ. അതേ അമ്മയ്ക്കും വിവാഹമുള്ള കഞ്ഞിയാ. കഴിക്ക് വേണം. സമയം കൊടുത്ത് പോകാനുള്ളതാ. അല്ല ജോമ പോവും. വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? അതിനിപ്പോ കഞ്ഞി കുടിച്ച് ജോമ ഡ്രസ്സ് മാറാൻ നിൽക്കുക. വേഗാട്ടെ കഞ്ഞി കുടിച്ചിട്ട് പോണം. വേഗാട്ടെ ഇരിക്കെ പോണെന്നുണ്ടെങ്കിൽ ഇരിക്കെ. വേഗം കഞ്ഞി കുടിക്ക്. അതെ ഈ ജോമ കൊണ്ടുപോകുന്നേ. ഇനിയാരും വരാനൊന്നുമില്ല. ഞാൻ പോവാ കേട്ടോ. ഇരിക്കേ സമയം പോണം. ഞാൻ ഡ്രസ്സ് മാറട്ടെ. എനിക്കാണെങ്കിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കണം ഇഷ്ടമില്ല. എവിടെയെങ്കിലും പോയിട്ട് വന്ന് ഡ്രസ്സ് ആദ്യം മാറണം.
താടിയുടെ ഇവിടെ എല്ലാം പറ്റി. ഓ എന്താ ഈ അമ്മ ഓരോന്ന് കണ്ടുപിടിക്കുന്നതാ. ഞാൻ മോൻ കഴിയിട്ട് വന്നാ. വെള്ളം പറ്റിയിരുന്നായിരിക്കും. എനിക്ക് ദാഹിക്കുന്ന ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഇരിക്കേ എലിക്കുട്ടിയമ്മേ. കുടിച്ചോ? അത് എലിക്കുട്ടിയമ്മ ഇരുന്നാലേ ഉള്ളൂ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അതിനാ ഇരിക്കും. ഇത് കുടിച്ചോളാനേ. ഇത് എലിക്കുട്ടിയമ്മയ്ക്കുള്ളതാണേ. അത് എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഇരുന്നാലേ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. എന്റെ ഇരി. ഞാൻ ഇരുന്നിട്ട് കാര്യം. ആ ഇരിക്കേ. എത്ര നേരം പിടിവാശി വെച്ചിരിക്കും കേട്ടോ. എന്നാ ഇത് പിടിവാശിയാണല്ലോ കഞ്ഞി കുടിക്കുന്ന കാര്യം പറഞ്ഞിട്ട്. ഇവിടുന്ന് കഴിക്കേ, പോകണ്ടേ? പോകാനുള്ള പെട്ടെന്ന് കഴിക്കേ. വീട്ടിൽ പോകണ്ടേ? നോക്കിയാൽ പറ്റില്ല. എന്നത് ഇവിടെ വേറെ ആൾക്കാർ വേണ്ട. വേറെ ആൾക്കാരൊന്നും വരണ്ട. ഇത് കൂട്ടിയിട്ടിട്ട് പോവാ. ഇവിടെ ഇരിക്കേ, ഇത് കഴിക്കേ. കണ്ണൊക്കെ അറിയാം. പിന്നെ കണ്ണറിയാൻ പറ്റുന്ന ആര് പറയും? ഇതുണ്ടല്ലേ, ഇതെന്നാ ഇരിക്കുന്നത്? ഇതെന്നാ? എനിക്കറിയില്ല. ആ അറിയത്തില്ലേ? ആരെയാന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ അല്ലേ? 2 മണിയായപ്പോൾ കിളമ്പി വെച്ചാൽ 2 മണിയൊന്നും ആയില്ല. വാ, 1 മണി ആയതുള്ളൂ. ഇരിക്കി വാ, ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിരി എന്നിട്ട് കഞ്ഞി പിടിക്ക്. ആ ഇവിടെ വന്നിരി. ആ ഇല്ല ഒന്നുമില്ല. അങ്ങ് ഇരുന്ന് കഴിച്ചേ. ഇവിടെ ഇരിക്കേ, എന്നിട്ട് കഴിക്കേ. പോകണ്ടേ? ഇപ്പോൾ പോവാം. പെട്ടെന്ന് കഴിച്ചാലേ പോകാൻ പറ്റുള്ളൂ. കുടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കൊച്ചിപ്പോൾ എടുത്ത് വെച്ചേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോഴല്ലേ എടുത്ത് വെച്ചേ. കൊള്ളുമൊക്കെ ചെയ്യുന്നേ. കുടിച്ച് നോക്കിക്കേ കൊള്ളുമെന്ന്. കഴിക്കേ. ഇനി ആർക്കും കൊടുക്കാനില്ല. എലിക്കുട്ടിക്കേ ഉള്ളു. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോൾ എടുത്തോണ്ട് വരും. ചോമളപ്പൊക്കെ കഴിക്കാൻ വരും. കഴിച്ചോ, പോകണ്ടേ? പെട്ടെന്ന് കഴിക്കേ. വേണ്ട, അപ്പടി ഉപ്പാന്ന് അപ്പടി ചുമ്മാ ഓരോന്ന് പറയണ. മുളക് എടുത്തുകളാ. ഭയങ്കര മടിയാണല്ലോ. വേണമെന്ന് കഞ്ഞി കുടിച്ചില്ലല്ലോ. ഇച്ചിരി ജ്യൂസ് വെള്ളം കുടിച്ചല്ലേ ഉള്ളൂ. ഒന്നും പോരാ, കഴിക്കണം. വേണ്ടെന്ന് ചുമ്മാ പറയണതാണ്. നിങ്ങൾ കണ്ടല്ലോ, വാ വിളിക്കുന്നുണ്ടോ? ഉണ്ടിയിലുമ്പോൾ വാ വിളിക്കുന്നത് വേണ്ടാഞ്ഞിട്ടാണ്. ആ അമ്മയുടെ പറയുന്നതും രണ്ട് രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മൈൻഡിലുള്ള കാര്യങ്ങളും ശരീരത്തിൻ്റെ കാര്യങ്ങളും വേണ്ട. എടുക്കണം. മടിച്ച് എലിക്കുട്ടി ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നു. എന്നാ ആൾക്കാർ വരും. ആൾക്കാരൊക്കെ വന്നോട്ടെ. ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുണ്ട് ഇവിടെ. ഇതെല്ലാം താഴെ ഒന്നും പോയിട്ടില്ല. എന്നാ ഇല്ലെന്നേ, അത് എലിക്കുട്ടി മുളക് കേട്ടല്ലേ. വാവിളി കഞ്ഞി മേടിച്ച് കുടിക്കണേ. ഇങ്ങനെ ഒന്നും എപ്പോഴും കോരി തരാനൊന്നും പറ്റിയില്ല. ഇതൊക്കെ കൈ കൊണ്ട് വാരി കുടിക്കുന്നത്. നല്ലൊരു മൂടില്ല, അതുകൊണ്ടാണെന്ന് തോന്നണം. തുണിയിലോട്ട് അങ്ങ് ചേർന്നിരിക്കാത്തതുകൊണ്ടല്ലേ തുണിയിലോട്ട് വീഴുന്നേ. ഇന്നലൊക്കെ കൈയിട്ട് വാരി കുടിച്ചല്ലേ? ഇന്നലെ എല്ലാം കൈകൊണ്ട് വാരി കടിച്ച എലിക്കുട്ടിയമ്മയാണ് ഇന്ന് കഴിക്കാൻ മടി കാണിക്കുന്നത്. അതെ, 2-3 ദിവസം കൂടി ഇന്നും ഒന്ന് കിടന്ന് മുള്ളിയിട്ടുണ്ട്. ഇനിയിപ്പം എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. മാറ്റങ്ങളാണോ എന്നുള്ളത് അറിയത്തില്ല. വല്ലവരൊക്കെ വന്നാൽ അവർ വരുമോ? ആര് ഭക്ഷണം കഴിക്കാൻ? ആരാ വരാനുള്ളത്? വരുന്നവർക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. വരുന്നവർക്കല്ല ഭക്ഷണം കഴിക്കാനല്ലേ? ഏത് ഇത് വരുന്നവർക്ക് ഇത്രയും കഞ്ഞി കൊടുത്താൽ മതിയോ? എലിക്കുട്ടി കുടിക്കുന്നവർ ഇച്ചിരി കഞ്ഞി കൊടുത്താൽ മതിയോ? കൂടുതൽ കൊടുക്കണ്ടേ? ഇതൊക്കെ അറിയാതെ. എലിക്കുട്ടിക്കുള്ള കഞ്ഞി എലിക്കുട്ടി കുടിക്കണം. മറ്റുള്ളവർക്കുള്ള കഞ്ഞി മറ്റുള്ളവർ കുടിക്കും. കേട്ടാ? കുടിക്ക്. വാവളി അങ്ങോട്ട് വെക്കാൻ പറ്റിയില്ല. ഇവിടെ വെക്കാൻ പറ്റിയില്ല. അങ്ങോട്ടൊന്നും വെക്കാൻ പറ്റിയില്ല. കഴിക്കണം. കഴിക്കാതെ ഒന്നും പരിപാടി നടക്കില്ല.
എൻ്റെ വസ്ത്രം മുഴുവൻ തന്നാളാ എനിക്ക് വേണ്ടേ വേണമെന്നേ വേണമെന്ന് പറഞ്ഞാൽ പറ്റിയില്ല. ആ കത്ത് അതിനകത്ത് അത്തോട്ട് അല്ല ഇല്ല അല്ല വേണം 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 അതിനകത്ത് വെക്കാനേ ഇല്ലെന്നേ ഇത് കഴിക്കണമെന്നേ ഇത് കഴിക്കണം. അല്ല അമ്മ വഴക്കുണ്ടാക്കും. അമ്മ ചെല്ലുമ്പോൾ ഞങ്ങളെ വഴക്ക് പറയും. വേണ്ട വേണമെന്നും പറഞ്ഞാൽ പരിപാടി നടക്കില്ല. പ്രാർത്ഥനയൊക്കെ ചെല്ലും എടുത്തതല്ലേ? പ്രാർത്ഥനയൊക്കെ ചെല്ലും എടുത്തതല്ലേ? ഇത് കറിയാ വേണ്ട ഇത് കറിയാ വേണ്ട കറിയാന്നേ. ആ വേണ്ട ഇത് കറിയാതേ. ഇങ്ങോട്ടാ ഞാൻ അവർ വരട്ടെ ആര് വരാൻ? അവരൊക്കെ വരട്ടെ. വാ. ചോറും കോഴി കൊടുത്താൽ വെള്ളം കൊടുത്താൽ വെള്ളം കുടിച്ചോളും. കഞ്ഞിവെള്ളം കുടിച്ചോളും. ഞാൻ ചോറ് കൊടുക്ക്. കഞ്ഞിവെള്ളം അങ്ങ് മുത്തി കുടിച്ചോളും. പറയുന്നു ഇങ്ങനെ കറികൾ കൊടുക്കും. അമ്മ തന്നെ കഴിക്കണതല്ലേ അമ്മ? അമ്മയ്ക്ക് എന്നാ ഇപ്പം കഴിക്കാൻ പറ്റില്ലാത്തത്? അമ്മ ചുമ്മാ ഓരോ പരിപാടി. അമ്മ ചില ദിവസങ്ങളിൽ അങ്ങനെ ഓരോ പരിപാടിയല്ലേ. കഞ്ഞി മാത്രം അങ്ങ് കുടിക്കൂടെ. ചായക്കേ നമുക്ക് കൂട്ടാനുള്ളതാട്ടോ എലിക്കുട്ടി അമ്മ. ഇത് കേട്ടോ. അതിനാ വേണം ഏ ഞാൻ എന്നാ വേണം അമ്മയ്ക്കും കൂടെ കൂട്ടാനുള്ളതാന്നാ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും കൂടെ തിന്നാനുള്ളത്. അതിത്തോണം എന്നാ അപ്പടി വഴക്കാണല്ലോ. കലിപ്പാണല്ലോ. ആ കലിപ്പാണല്ലോ. വിവാൻ വഴക്കുണ്ടാക്കിയോ? പാവം വേറെ വല്ലവരും ആണെങ്കിൽ സമ്മതിക്കാൻ. തിന്നത്തില്ല അത് തിന്ന് കഴിയട്ടെ. ഇറങ്ങത്തില്ല. പിന്നെ അതിനെ എല്ലാവരും പിടിച്ചു വെക്കുന്നുണ്ടോ അവിടെ? എനിക്ക് വയ്യ. അമ്മ പറഞ്ഞ ഒരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടെന്നേ. കഞ്ഞി നല്ല വെള്ളം മരിച്ചാലേ. വേണ്ട ശരി കൂടെ ഒരു കാളും കൂടെ. ജ്യൂസ് എടുത്ത് കുടിച്ചു. മധുരമുള്ള മതേ കഴിച്ചാൽ ഛർദ്ദിക്കോ ആരും അവിടെ മുമ്പ് കുടിച്ചാലേ എവിടെ ചേർത്തിക്കാനായിട്ട്? ഛർദ്ദിക്കും. അതുമില്ല. അല്ല മധുരമുള്ള വെള്ള വാഴ എഴുതുന്നുണ്ടോ? എന്നാ പോയി വാഴ കഴിക്കൂ. എൻ്റെ വീട്ടിൽ നിന്ന് വല്ലതും വന്നോ? എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരികയില്ല. വാ വാഴ കഴുകണം. വാ കഴുകണം. ഏറ്റ് വാ. എവിടെ പോയാനേ? വാ കഴുകാൻ. പൈപ്പിൻ്റെ അടുത്ത് പോകാനാ. വാ കഴുകണ്ടേ? അത് തീർക്കല. എവിടെ അങ്ങ് പൈപ്പിലോട്ട് പൈപ്പിനെടുത്തിട്ടോ. പൈപ്പ് 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 പോയി കഴുകിട്ട് വാ. എവിടെയില്ല. വാ 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 ഇങ്ങനെ ഏറ്റ് വാ. എവിടെ പോയാനാ? വാ 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 ഇവിടെ വാ കഴുക്. കഞ്ഞി കുടിച്ചതല്ലേ? വാ കഴുകണ്ടേ? എല്ലാം മറന്നു പോവാണോ? പൈപ്പ് വാ കഴുകി. ചെല്ലു 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 ചെല്ലു. വാ കഴുക. കഞ്ഞി കുടിച്ചല്ലേ? വാ കഴുക്. ഇപ്പം കഞ്ഞി കുടിച്ചല്ലേ? ഇപ്പം കഴിച്ചാ? ഇതെല്ലാം മറന്നു പോയോ? ഇപ്പം കഞ്ഞി കുടിച്ചല്ലേ ഉള്ളൂ. വാ കഴുക്. വാ കഴുക്. മുഖം കഴുകാനല്ല പറഞ്ഞു. വാ വാ ചോദിച്ച് കഴിക്കേ. വാ കഴുകു. വാ. ഇപ്പം കഞ്ഞി കുടിച്ചതല്ലേ? കഞ്ഞി കുടിച്ചു. കഞ്ഞി കുടിച്ചില്ലേ? ഞാൻ കുടിച്ചില്ല. അയ്യോ എലിക്കുട്ടി ഇപ്പം കഞ്ഞി കുടിച്ചിട്ടേ ഏറ്റവും ഉള്ളൂ. ഞാനല്ലേ കോരി തന്നേ. ഞാൻ ജോമോളും കൂടെ അല്ലേ കോരി തന്നേ. വാ കഴിക്ക്. എൻ്റെ അമ്മ എല്ലാം മറന്നു പോയോ? അത് നിർത്തിക്കോ. നിർത്താൻ അറിയത്തില്ലേ? നിർത്താൻ അറിയത്തില്ലേ? എലിക്കുട്ടി നിർത്തണമല്ലോ. നിർത്തിക്കേ. അതെങ്ങനെയാ നിർത്തണേ? ആണോ വെള്ളം പോണ്. അത് നിർത്തിക്കേ. വെള്ളം പോണ്. അത് നിർത്ത്. വെള്ളം പോണ്. ആ നിർത്ത്. ആ അങ്ങനെ തന്നെ. നീ പ്രാർത്ഥന ഇല്ലെന്നുണ്ടോ? അവിടെ നിൽക്കുന്നവരൊക്കെ ആരൊക്കെ അവർ വരുമ്പോൾ അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കിയോ? ആര്?
എവിടെ നിൽക്കുന്നത്? അവിടെ നിന്ന് ആരും നിൽപ്പില്ലല്ലോ. അവരൊക്കെ ഇതിൻ്റെ അധികാരികളാണ്. ആണോ? ഇതിൻ്റെ അധികാരികൾ ഏലിക്കുട്ടിയാ. ഏലിക്കുട്ടിയാണ് ഇതിൻ്റെ അധികാരി. അവിടെ ആരും അല്ല. അതെ, അവർക്ക് അധികാരം വിട്ടത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അധികാരി ഏലിക്കുട്ടി. ഇനി പ്രാർത്ഥന ഇല്ലെന്നുണ്ടോ? തല വെക്കാനുള്ള ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. വണ്ടി ഇരിക്കുന്നേ. ജ്യൂസ് കുടിച്ചാ? കുടിക്കാതെ വെച്ചും കൂടെ. ആർക്ക്? എന്നൊരു പ്രാർത്ഥന കയ്യിലേക്ക്. അപ്പൊ വിശപ്പെട്ടായിക്കോളും. ഇവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചോ. അവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന ചെല്ലിക്കോ. അപ്പോഴത്തേന് വിശപ്പുണ്ടാവും. ആ, കഥ അടച്ചിട്ടൊക്കെ ആയിരുന്നോ? എന്നായിരുന്നു പരിപാടി? എന്നായിരുന്നു പരിപാടി? എപ്പോഴും വെയിൽത്തിരിക്കുകയാണ്. ആ, കുരുമുളക് വെയിൽ തിരിപ്പുണ്ട്. ഇവിടെ കാരണം വരുമായിരുന്നല്ലോ. അത് വരവില്ലെന്ന് തോന്നുന്നു. ആരാ? ഒരു കാരണം. കാർന്നോരോ? എൻ്റെ പേരെന്നാ? പേരൊക്കെ മറന്നുപോയി. മറന്നുപോയോ? അവതൊക്കെച്ചാണോ? കുഞ്ഞുകൂട്ടനാണോ? അവതൊക്കെച്ചാണോ? കുഞ്ഞുകൂട്ടനാണോ? വല്ല ആണോ? നിങ്ങളൊക്കെ എവിടെയാ? എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആരും കണ്ടില്ലല്ലോ. ആര് പറഞ്ഞു? എന്തായാലും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണോ വന്നേ? ഇവിടെ ഉണ്ടായിരുന്നു. പോയിട്ട് വന്നിട്ട് എത്ര നേരമായി? പിള്ളേരോ? പിള്ളേർ ഇവിടെ ഉണ്ട്. വിവാൻ അവിടെ ഉണ്ടല്ലോ. വിവീന ഇല്ലാതെ ഉള്ളൂ. വിവീന വരുമായിരിക്കും. പോവാ, കുറുപ്പന്തറയ്ക്ക് പോവാ കേട്ടോ. ഞാൻ കുന്നുംപുറത്ത് കുറുപ്പന്തറയ്ക്ക് പോവാ കേട്ടോ. കുറുപ്പന്തറ വരെ പോവാ. കുറുപ്പന്തറ വരെ പോവാന്ന്. കടയിൽ പോണം. ഇച്ചിരി പരിപാടിയുണ്ട്. കടയിൽ പോവാ, ഇച്ചിരി പണിയുണ്ട്. കച്ചവടമൊന്നുമല്ല. തൊഴിൽ ചെയ്യുമല്ലേ? തൊഴിൽ ചെയ്യുമല്ലേ? തൊഴിൽ ചെയ്യുക. കച്ചവടമല്ല. ആ, ജോലിയായിട്ട് ചെയ്യുവാന്നേ. ജോലിയായിട്ട് ചെയ്യുവല്ലേ? എന്നാ പോയിട്ട് വരാം കേട്ടോ. വീടിത്. ഇതല്ലേ വീട്? ആ, ഇതാ വീട്. പിന്നെ അമ്മയല്ലേ നിൽക്കണേ? ഇതാ അമ്മ, എലിക്കുട്ടി അമ്മ. അതാരാ അവിടെ നിൽക്കണ? ആരാ? ഇന്നത്തെ ദിവസം എലിക്കുട്ടി അമ്മയ്ക്ക് നല്ല വേരിയേഷനാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ പോവാണേ. ടാറ്റ. കുറുപ്പന്തറയ്ക്ക്. കുറുപ്പന്തറയിലെ ഇച്ചിരി പരിപാടിയുണ്ട്, പോയിട്ട് വരാം. ഇച്ചിരി പരിപാടിയുണ്ട്, പോയിട്ട് വരാം. ഇച്ചിരി പരിപാടിയുണ്ട് കടയിൽ. വേറെ ആരുമില്ല. കച്ചവടമൊന്നുമില്ല. ഷോപ്പ്, വർക്ക്ഷോപ്പ്, വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഷോപ്പ്. ഇല്ല. ജോലി എവിടെയാന്നേ? കുറുപ്പന്തറയാന്നേ. ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുമല്ലേ? ഇന്ന സ്ഥലത്തൊന്നും ഇല്ലല്ലോ. എന്നാ പോയിട്ട് വരാം കേട്ടോ. എനിക്ക് അറിയാവുന്നേ. അത് പ്രത്യേകിച്ചൊന്നും അറിയാനില്ലല്ലോ. പിന്നെ കുറച്ച് കൂട്ടിയൊക്കെ വിളിക്കും പറയുകയും ചെയ്യുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കൊണ്ടുവരും. ആരാമേ? ആരാ അത്? അതൊരു കൊച്ചല്ലേ. ഏത് കൊച്ചാ?
അനിയത്തിയാ. അനീത്തിയോ? ആരുടെ? അനിയത്തിയുടെ മകളോ. അനീത്തിയുടെ മകളോ? ആരുടെ അനീത്തിയുടെ? എൻ്റെ അനിയത്തി. ഏതനീത്തിയാ? പെണ്ണമ്മയാണോ കുട്ടിപ്പെണ്ണാണോ? പെണ്ണമ്മയുടെ ആണോ കുട്ടിപ്പെണ്ണിൻ്റെ ആണോ? പെണ്ണമ്മയുടെ. ആ, പെണ്ണമ്മയുടെ ആണോ കുട്ടിപ്പെണ്ണിൻ്റെ ആണോ എന്ന്? അത് പെണ്ണമ്മയുടെ ആണോ കുട്ടിപ്പെണ്ണിൻ്റെ ആണോ എന്ന് മകള്? പെണ്ണമ്മയുടെ ആണോന്ന്? ആ ആ ആ പിന്നെ കുഞ്ഞ് അമ്മയല്ലേ ഇപ്പം പറഞ്ഞത്? അല്ല, അവർ 3-4 പേരുണ്ട്. 2 പേരേ ഉള്ളൂ. പെണ്ണമ്മയും കുട്ടിപ്പെണ്ണ് അമ്മയുടെ അനിയത്തി ഇടയതേ ഉള്ളൂ. അല്ലോ. ആ, ഇത് ബിബീനയാ. എന്താ കേട്ടോ? അമ്മയുടെ മകന്റെ മകള്. അമ്മയുടെ മകൻ ജോമോന്റെ മകളില്ലേ ബിബീന? ആ, അവളാ വന്നിരിക്കുന്നേ. ആ, വിവീനായിട്ടുള്ള. ആ, ബിബീന. ചേർത്തി മക്കളാ. ചേർത്തിരീത്തി മക്കളൊന്നുമല്ല, അമ്മയുടെ കൊച്ചുമോള്. അമ്മയുടെ കൊച്ചുമകള്, മൂത്ത കൊച്ചുമകള്. ആ, ആദ്യത്തെ ഏലിക്കുട്ടിയുടെ പേരുകാരത്തി അവളാണ് ബിബീന. ആ, അവളാണ് വന്നിരിക്കുന്നത്. ഉണ്ടോ? വിസിറ്റിന് പോയപ്പോ അവിടെ നിന്ന് മേടിച്ചതാ മിൽമേലെ മിഠായി. അവൾക്കും ചുമയായിട്ടിരിക്കുക. മിൽമേന്ന് മേടിച്ചാ. മിൽമേന്ന് പൊട്ടിച്ചു കൊടുത്തത്. മിൽമ പൊടിച്ചു തരാം. അവിടെ എന്നത് പോയ നിങ്ങള്? അവിടെ കാണാൻ പോയതാ. ആ, കാണാൻ പോയാണ്. ഞാനും അതിന് വല്ല കമ്മ്യൂണിറ്റി വിസിറ്റിങ്ങിന് പോയിരിക്കും. കമ്മ്യൂണിറ്റി വിസിറ്റ് തന്നെയാ. തിന്നോ? നല്ലാണോ? എന്നിട്ട് കൊള്ളാവോ? പൊട്ടിച്ചു കൊടുക്കണേ. മൊത്തം തിന്നോ? തിന്നോളാം. ഞാൻ വെച്ചോണ്ടിരിക്കണ്ട. ഉറുമ്പ് കയറും. അത് കേടായിപ്പോ. കഴിച്ചോ? തിന്നത് കുഴപ്പമില്ല. അല്ലെങ്കിൽ പോവും. ചീത്തയായി പോകുന്നു. അത് തിന്നോ? അത് തിന്നില്ലേ അത് അലുത്ത് പോവും. ഇപ്പൊ തന്നെ അലുത്തത്. ഇന്നലെ പോയപ്പോ മേടിച്ച സാധനം ശർക്കരയൊക്കെ ശർക്കരയല്ല, ചോക്ലേറ്റാ. അല്ലേ? ചോക്ലേറ്റും പാലൊക്കെയാ. ഞുള്ളിത്തീറ്റയാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങ് വയലോട്ട് വെച്ച് കടിച്ച് ആ ബെഡേ മുഴുവൻ വീഴ്ത്തുമായിരിക്കും കൂടി. ഉറുമ്പ് കയറും കേട്ടോ. പക്ഷെ ഇങ്ങനെ കിടക്കുന്നേ മത്സ്യഞ്ഞി കിടക്കുന്നവരെ കിടക്കുന്ന എണീറ്റ്. ആ, ഇന്ന് അമ്മയ്ക്ക് ഒരു മൂഡ് ഓഫ് ആടി. ഇന്ന് മൊത്തം പ്രശ്നമായിരുന്നു. ഇന്നലെ അമ്മ നല്ല ഹാപ്പി ആയിരുന്നു. എനിക്ക് വേണ്ട വേണ്ട. ഇന്ന് മൊത്തം പ്രശ്നങ്ങളായിപ്പോയി. രാവിലെ മുതൽ ഒരു മൂഡില്ല. ഒരുമാതിരി ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടി. ഞാൻ വേറെ തിന്നതാ. അമ്മ ഏത് ഏറ്റിരിക്കേ? ഏറ്റിരുന്നതിന് ഏറ്റിരുന്നതിന് അത് ആ തലേണ മുഴുവൻ പറ്റുന്നു. അത് നീങ്ങി മേടിയില്ലേ, എന്നിട്ട് വായിലോട്ട് അങ്ങ് അഴിച്ചു വെച്ചോട്. അല്ല, അത് മുഴുവൻ അവിടെ പറ്റി. ഇന്ന് മൊത്തം മൊത്തം റോങ് സൈഡായിരുന്നു അമ്മ. അത് ഇച്ചിരി അല്ലേ ഉള്ളൂ. അമ്മച്ചിക്ക് ഫുൾ പല്ലുണ്ടല്ലോ. പല്ലില്ലാതിരിക്കുന്നൊന്നുമില്ലല്ലോ. അവിടെ തിന്നോ? നല്ലായിരുന്നോ? നല്ലായിരുന്നോ? മിഠായി നല്ലതായിരുന്നു. നല്ലതായിരുന്നോ? ആ പേപ്പർ എടുത്താ ടിഷ്യൂ എടുത്ത കൈ തുടക്കി. കയ്യെ മുഴുവൻ ഉണ്ട്. മിഠായി എപ്പോഴായാലും നല്ല അല്ലേ? മിഠായി എപ്പോഴാണേലും നല്ലതല്ലേ? നിങ്ങൾ തുടക്കി. അമ്മയ്ക്ക് തുറക്കാന്ന് പറയത്തില്ല. അങ്ങ് തുടക്കിയാക്കി. നമ്മുടെ കൈ 2 കൈയിലും 5 കൈയിലാ പറ്റിയേ. അല്ല, അമ്മ അവിടെ എല്ലാം പറ്റിച്ച് വെക്കും. ഉറുമ്പ് കയറുന്ന പറഞ്ഞ കൈമല്ലോ. കൈയൊക്കെ കൂപ്പി കൈയൊക്കെ കൂപ്പിയാണ് ഞാൻ നിൽക്കുന്നത്.
കിടക്കണേ. കൈ കൂട്ടില്ല. ആ കൈ കൂട്ടി വേണം കിടക്കാൻ. എന്തിന് ഏഹ് എന്തിന് ഈശോയോട് പ്രാർത്ഥിച്ചു. കടക്കുമ്പോഴേ കൈ കുപ്പിയാണ് കിടക്കുന്നത്. ക്ഷീണമാ. പ്രാർത്ഥനയും പരിപാടിയൊക്കെ ആയിരുന്നു. ഓടി കുറച്ചു നേരമൊക്കെ ഓടി നടന്നു. നമ്മളൊന്ന് ചായ കുടിക്കട്ടല്ലേ? അവള് പോവാണ്. ഇല്ല, അവളിപ്പോൾ ഇങ്ങനെ വന്നതല്ലേ. അവളിങ്ങനെ വന്നതേ ഉള്ളൂ, ചായ കുടിക്കാൻ പോയതാ. ഇപ്പം പോയില്ലേ? ഇല്ല പോയില്ല, ഒരു ദിവസം കഴിഞ്ഞേ പോവുള്ളൂ. അവൾ പള്ളിക്കൂടത്തിലല്ലേ? ആ, കോളേജിൽ. ആ കോളേജ്. ആ അവിടെ പഠിച്ചോണ്ടിരിക്കല്ലേ? ആ, അവിടെ പഠിച്ചോണ്ടിരിക്കുക. ഇപ്പം ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ വിവീനെ മുട്ടായി കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നു. ചായ കുടിക്കാനൊക്കെ പോന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നോക്കുമ്പോഴത്തേനും എലിക്കുട്ടിയമ്മ കിടന്നപ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ്, കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നേറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കും. അവിടെ നിന്ന് മരിച്ചവരെ ജീവിക്കുന്നതിനെ വിരിപ്പാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്നത്തെ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം അമ്മ മറന്നുപോയി. പാത്രം കൈ കഴുകുന്ന കാര്യങ്ങൾ വരെ മറന്നുപോയി. പക്ഷേ ഈ പ്രാർത്ഥനയുടെ കാര്യം മറന്നിട്ടില്ല. വിശ്വാസപ്രമാണം റിപ്പീറ്റാണ് ചെല്ലുന്നതെന്ന് തോന്നുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അത് റിപ്പീറ്റേഷനാണ്. ബാക്കി പ്രാർത്ഥന മറന്നു പോയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ നോക്കിയാലേ അറിയത്തുള്ളൂ. ഇത് കഴിഞ്ഞ് ചെല്ലുമെന്ന് നോക്കാം. എന്തായാലും നിലവിൽ ചെല്ലുന്നത് വിശ്വാസപ്രമാണം എന്ന പ്രാർത്ഥന രണ്ടാം ട്രിപ്പ് ചെല്ലുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ അത് കൊന്ത ചെല്ലി ഉരുട്ടിക്കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പം മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അങ്ങനെ സന്നദ്ധ ജപം ചെയ്യാൻ മാത്രമല്ല ബാക്കി പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. എങ്കിലും എൻ്റെ അറിയില്ലാത്തതായാലും ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായിട്ട് 53 മണി ജപം ചെയ്യാൻ ആശയായിരിക്കുന്നു. ഈ ജപം ഭക്തിയോട് കുറച്ച് ഫലവിശാലം കൂടാതെ തീർക്കാൻ കർത്താവെ നീ സഹായം ചെയ്യണമേ. വിശ്വാസപ്രമാണം സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കും. അവിടെ വന്നാൽ മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിപ്പാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വീട്ടിൽ ചേർന്നിട്ടില്ലല്ലോ. തുണി കയറിയിരിപ്പുണ്ടല്ലേ? പെട്ടിക്കട തുണി കയറിയിരിപ്പുണ്ട്. ബെഡ്ഷീറ്റ്. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാനെ, അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകാനും ഞങ്ങൾക്ക് അന്നത്തെ വേണ്ടി ആകാനും ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. ആമേൻ. വിശ്വാസപ്രമാണം സർവശക്തിയുള്ള വിളിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥനായ കന്യകമറിയത്തിൽ നിന്ന് പിറന്ന പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, പാതാളങ്ങളിറങ്ങി മരിച്ച ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് മനുഷ്യർ ജീവിക്കുന്നവരെ വിധിപ്പാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും
ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. റിപ്പീറ്റേഷൻ വിശ്വാസപ്രമാണം തന്നെയാണ്. ഇടയ്ക്ക് ചില പ്രാർത്ഥനകൾ മാറ്റി ചെല്ലുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥനകളെല്ലാം മിക്സായിപ്പോയി. ഏറ്റവും മുറിയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാം എല്ലാം എൻ്റെ ഈശോ, എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ഈശോ, എൻ്റെ എല്ലാം എൻ്റെ ഈശോയെ, എല്ലാം എല്ലാം എൻ്റെ ഈശോയെ. എൻ്റെ ഈശോയ്ക്ക് സ്തുതി, എൻ്റെ ഈശോയ്ക്ക് സ്തുതി, എൻ്റെ ഈശോയ്ക്ക് സ്തുതി, എൻ്റെ ഈശോയ്ക്ക് സ്തോത്രം, എൻ്റെ ഈശോയ്ക്ക് സ്തോത്രം, എൻ്റെ ഈശോയ്ക്ക് സ്തോത്രം, എൻ്റെ ഈശോയ്ക്ക് ആരാധന, എൻ്റെ ഈശോയ്ക്ക് ആരാധന, എൻ്റെ ഈശോയ്ക്ക് ആരാധന, എൻ്റെ ഈശോയ്ക്ക് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞ എലിസാബുടി എൻ്റെ കൊടുക്കുള്ള പുണ്യക്ക് സർവീസിനെ കണ്ട് അത്യധിക സന്തോഷത്തിൻ്റെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ ലൗകിക സന്തോഷങ്ങളെ തേച്ച് പരലോക സന്തോഷങ്ങളാക്കി തെച്ചിടാൻ കൃപ ചെയ്യണമേ. സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാണ്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുസ്താരൂപി ഞങ്ങളെ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാ. ആമേൻ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.